നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. That was a very successful meeting and I'm happy on that. അച്ഛാ 1 minute. അച്ഛാ, നന്ദിയോട് അച്ഛൻ എന്താ പറഞ്ഞത്? എന്താ പറയച്ഛാ, നന്ദിയോട് എന്താ പറഞ്ഞെന്ന്? അത് ഞാൻ നിന്റെ കല്യാണത്തെ പറ്റി. അത് കള്ളം. അച്ഛൻ നന്ദിയോട് സംസാരിച്ചത് ഞങ്ങളുടെ കല്യാണം നടത്തുന്നതിനെ കുറിച്ചല്ല, അതൊരിക്കലും നടത്താൻ പാടില്ലെന്നുള്ള കാര്യം. പിന്നെ എന്തിനാ അച്ഛാ എന്റെ അടുത്ത് അച്ഛൻ കള്ളം പറഞ്ഞത്? ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞത്? നന്ദ തന്നെയാ പറഞ്ഞത്. അവനോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, ഞാൻ അത്ര നിർബന്ധിച്ച് ചോദിച്ചതുകൊണ്ടാ അവൻ എന്നോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത്. അല്ലായിരുന്നെങ്കിൽ അവൻ ഒരിക്കലും ഇതൊന്നും പറയില്ലായിരുന്നു. ഇവിടുത്തെ പ്രശ്നം ഇപ്പോ അവൻ പറഞ്ഞതിനെ കുറിച്ചല്ല, അച്ഛൻ പറഞ്ഞതിനെ കുറിച്ചാ. അതിന് ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റുമോടെ? അച്ഛാ, ഏതോ ഒരു ജോത്സ്യൻ എന്തോ പറഞ്ഞു എന്ന് കരുതിയിട്ട് ഞാൻ മരിച്ചു പോകുന്നാണോ അച്ഛൻ വിചാരിച്ചിരിക്കുന്നത്? അനാമികേ, നീ ചെറിയ കുട്ടിയാ, നിനക്കൊന്നും അറിയില്ല. ശരി, ഞാൻ ചെറിയ കുട്ടിയാ, എനിക്കൊന്നും തന്നെ അറിയില്ല. അച്ഛൻ ഇത്രയും പ്രായമായിട്ടും ഇതൊക്കെ നുണയാണെന്ന് മനസ്സിലാക്കാനുള്ള പക്വതയില്ലേ? എന്ത് നുണയെന്നാ പറയുന്നേ? ഞാൻ മരിച്ചു പോകുമെന്ന് നിങ്ങളുടെ ജോത്സ്യൻ പറഞ്ഞത്. അത് നുണയൊന്നുമല്ല, ഉള്ളതാ, നടക്കാൻ പോകുന്ന സത്യം. അയാള് പറഞ്ഞെന്ന് വെച്ച് അതങ്ങ് നടക്കുന്നാണോ? അങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ല അച്ഛാ. അദ്ദേഹം ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോ നിന്റെ കാര്യത്തിൽ എനിക്ക് കെയർലെസ് ആവാൻ പറ്റില്ല. ഇത് നിന്റെ ജീവനെ സംബന്ധിക്കുന്ന വിഷയമാ. ഈ കല്യാണം എന്റെ ഭാവിയെ സംബന്ധിക്കുന്ന കാര്യമാണ് അച്ഛാ. എന്ന് വെച്ച് നീ ഇല്ലാണ്ടാവൂന്ന് പറഞ്ഞ എന്നെ കൊണ്ട് നിന്നെ അവന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പറ്റില്ല. എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഈ കാര്യത്തിൽ എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. നീ നന്ദയെ കല്യാണം കഴിക്കുന്നത് നടക്കില്ല. അച്ഛൻ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? എനിക്ക് ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിപ്പിച്ചു തരാന്ന് പറഞ്ഞിട്ട്. എന്ന് വെച്ച് നിന്റെ ഇഷ്ടത്തിന് കൂട്ടു നിന്നോണ്ട് ഞാൻ നിന്നെ കൊലയ്ക്ക് കൊടുക്കണമെന്നാണോ? അയ്യോ, മരിച്ചു പോവും, മരിച്ചു പോവും, മരിച്ചു പോവും. എന്തിനാ ചെയ്തെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? കാരണം നീ എനിക്ക് അത്രയ്ക്കും വിലപ്പെട്ടതാ. അപ്പോ എന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങള് അതൊരിക്കലും നടക്കാൻ പാടില്ല. പറ്റില്ല അച്ഛാ, ഞാൻ നന്ദയെ മാത്രമേ കല്യാണം കഴിക്കൂ. അങ്ങനെ ഒരു കല്യാണം നടക്കില്ല. എന്തേ? എന്തുകൊണ്ട് നടക്കില്ല? എന്ന് വെച്ചാ എനിക്ക് എന്റെ മോളാണ് പ്രധാനം, അവളുടെ ജീവനും പ്രധാനമാ. അതുപോലെ അവളുടെ ജീവിതം സന്തോഷമായിരിക്കും വേണം. എനിക്കിഷ്ടപ്പെട്ട ജീവിതം സാധ്യമാക്കി തരാതെ ഞാൻ സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് അച്ഛൻ എങ്ങനെ ആഗ്രഹിക്കുന്നേ? ആയിക്കോട്ടെ, നിനക്ക് സന്തോഷം ഇല്ലാതായാലും എന്നും നീ ജീവനോടെ ഉണ്ടാകുന്നത് എനിക്ക് പ്രധാനം. അച്ഛാ, നന്ദ ഇല്ലാതെ ഞാൻ ജീവിച്ചാലും മരിച്ചതുപോലെ തന്നെ അച്ഛാ. എന്താ അത് മനസ്സിലാക്കാത്തെ? അതിനെക്കുറിച്ച് എനിക്ക് യാതൊരു ആവലാതിയില്ല. നീ അവനെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല, സമ്മതിക്കില്ല, സമ്മതിക്കില്ല. ദേവേട്ടാ, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? നിങ്ങള് രണ്ടുപേരും വഴക്കിടുന്ന ശബ്ദം താഴെ വരെ കേക്കാം. എന്താ ഉണ്ടായത്? ആന്റി, ആന്റി, നന്ദയെ ഞാൻ കല്യാണം കഴിക്കുന്നതില് സമ്മതമാണെന്നല്ലേ അച്ഛനെന്ന് പറഞ്ഞത്? ഇപ്പൊ അത് പറ്റില്ലെന്നാ പറയുന്നേ. എന്താ ദേവേട്ടാ? ഞാൻ ജോൽസിനെ വിളിപ്പിച്ച് നോക്കിയതാ. ഈ കല്യാണം നടന്ന ഇവളുടെ ജീവൻ ആപത്താണ്. എന്റെ ആന്റി, ഇതൊക്കെ ഈ കാലത്തിൽ ആര് വിശ്വസിക്കാനാ? എനിക്കത് വിശ്വാസ. അതുകൊണ്ട് എന്റെ മോൾക്കൊന്നും സംഭവിക്കാനും പാടില്ല. അത് തെറ്റാണെന്ന്? അത് തെറ്റ് തന്നെയാ. അയ്യോ, ഏതോ ഒരു ജോത്സ്യം പറഞ്ഞു എന്ന് വെച്ച് സ്വന്തം മോളുടെ ആഗ്രഹത്തിന് എതിരെ നിൽക്കുന്നത് തെറ്റ് തന്നെയാ. ആഗ്രഹങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും, പക്ഷെ ജീവൻ പോയാൽ തിരിച്ചു കിട്ടും. അത് ഇവള്. ഈശ്വര, രണ്ടുപേരും ഒന്ന് സമാധാനപ്പെടാമോ? ദേവേട്ടാ, അവളുടെ ആഗ്രഹമല്ലേ? ആ ആഗ്രഹത്തിന് കൂട്ടുനിന്ന ഇവളുടെ ജീവൻ ആപത്താ, അത് മനസ്സിലാക്ക്. കത്തി എരിയാൻ പോകുന്ന മരത്തില് ഏതെങ്കിലും കിളി കൂട് കൂട്ടുവോ? ഇല്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്നതിൽ എന്താ തെറ്റുള്ളത്? ഈ കല്യാണം നടന്ന എന്റെ മോളുടെ മരണം ഉറപ്പാണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ കല്യാണത്തിന് ഞാൻ എങ്ങനെ സമ്മതിക്കണമെന്ന് പറ. എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. ഓ, അച്ഛന്റെ തീരുമാനം അച്ഛൻ എന്തായാലും പറഞ്ഞല്ലോ. അതുപോലെ തന്നെ എന്റെ തീരുമാനം എന്താന്ന് ഞാനും പറഞ്ഞേക്കാം. നന്ദ തന്നെയായിരിക്കും എന്റെ ഹസ്ബൻഡ്. അവനെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ. അത് പക്ഷേ അച്ഛൻ പറഞ്ഞതുപോലെ മരിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, അവന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട്. ആര് വിചാരിച്ചാലും എന്റെ ഈ തീരുമാനം മാറില്ല.
ഏട്ടാ എവിടെയായിരുന്നു നിങ്ങള്? ഞാൻ ദാ വരുന്നു. ഏട്ടാ, ഈ വീട്ടിൽ എത്ര വലിയ പ്രശ്നമെന്നറിയോ? കുറച്ചു നേരം മുമ്പ് അനാമികയും ദേവേട്ടനും തമ്മിൽ വലിയ വഴക്കായിരുന്നു. ഏട്ടനോട് എതിർത്ത് സംസാരിച്ച് അവൾ ആ നന്ദയെ തന്നെ കല്യാണം കഴിക്കുന്ന പറയുന്നേ. എനിക്കറിയാം മഞ്ജരി. അളീനാക്കാരി എന്നോട് പറഞ്ഞു. അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമായി തന്നെ എന്നോട് പറഞ്ഞു. അളിയന നന്ദയെ ഇഷ്ടമല്ലല്ലോ, അപ്പൊ അനാമികയ്ക്ക് അവനെ ഒഴിവാക്കിയാലെന്താ? നിങ്ങളും എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അനാമിക അവനെ വിട്ടുകളയാൻ പറ്റില്ലെന്ന ഒരേ വാശിയില്ല. ദേ നോക്ക് മഞ്ജരി, ആദ്യം മുതലേ അളിയൻ അവനെ കണ്ണെടുത്താ കണ്ടുകൂടാ. അവനെ എന്ന് കണ്ടാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുന്ന അളിയൻ പറയുന്നത്. അതൊക്കെ എനിക്കും അറിയാവുന്ന കാര്യ. ഏട്ടൻ അത് നേരത്തെ എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. അക്കാര്യം നിനക്കറിയാലോ. അപ്പൊ പിന്നെ എങ്ങനെയാ നമ്മൾ അനാമികയെ അവനെ കെട്ടിച്ചു കൊടുക്കുക? അതും നന്ദ കാരണം അനാമികയുടെ ജീവിതത്തിന് ആപത്താണെന്ന് അറിഞ്ഞിട്ടും ഈ കല്യാണത്തിന് അളിയെ സമ്മതിച്ചു കഴിഞ്ഞാ അനാമികയെ കൊലയ്ക്ക് വിട്ടുകൊടുക്കുന്നതിന് സമമല്ലേ? അപ്പൊ പിന്നെ എന്താ ഒരു പോംവഴി? ഈ ഒരു കാര്യത്തെക്കുറിച്ച് എന്തു തന്നെയായാലും അളിയൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ഈ കാര്യത്തെക്കുറിച്ചൊരു സംസാരം വേണ്ടാന്നല്ലേ? നന്ദയും അനാമികയും ഒരിക്കലും ചേരാൻ പാടില്ല. നിങ്ങൾക്കും എന്താ ഏട്ടനെ പോലെ തന്നെ അവർ രണ്ടുപേരും ഒന്നിക്കുന്നതിൽ തീരെ ഇഷ്ടമില്ലേ? അങ്ങനെ തന്നെയാ മഞ്ജരി. അതിൽ നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഇത് അളിയന്റെ തീരുമാനത്തിന് ഞാൻ കൊടുക്കുന്ന വിലയാണ്, അദ്ദേഹത്തിനോടുള്ള എന്റെ മര്യാദ. അതുകൊണ്ട് അളിയന്റെ കൂടെ ഞാൻ നിൽക്കൂ. നീ നോക്ക്, അനാമിക നമ്മുടെ വീട്ടിലെ കുട്ടി തന്നെയാ. അവൾ എന്താഗ്രഹിച്ചാലും നമുക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഈ ഒരു കാര്യത്തിൽ അവളുടെ ജീവൻ ആപത്തുള്ളതുകൊണ്ട് അളിയനെടുത്ത തീരുമാനം തന്നെയാണ് ശരി. അതുകൊണ്ട് അനാമികയുടെ കല്യാണത്തെക്കുറിച്ച് അളിയൻ എന്ത് തന്നെ തീരുമാനം എടുത്താലും കൂടെ ഞാനുണ്ടാവും. നീയും കൂടെ വേണം, മനസ്സിലായല്ലോ? പാടിക്കോ. കരിമിരിക്കുരുവിയെ കണ്ടില്ല, ചിരിമണി ചിലമ്പൊലി കേട്ടില്ല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല. കരിമിരിക്കുരുവിയെ കണ്ടില്ല, ചിരിമണി ചിലമ്പൊലി കേട്ടില്ല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല. ചേട്ടാ, പോലീസ്. എന്താ? നിങ്ങൾ രണ്ടുപേരും അകത്തേക്കോ? ചെല്ല്. വാട, നമുക്ക് പോവാം. പറയൂ സർ, എന്താ പ്രശ്നം? എന്തിനാ വെറുതെ ചോദിക്കുന്നത്? നിന്റെ അച്ഛൻ എന്തെങ്കിലും പ്രശ്നത്തിൽപ്പെട്ട് കാണും. അമ്മ ഒന്നും മിണ്ടാതിരിക്കും. കൽപ്പനേ, ആളിങ്ങെത്തിയല്ലോ. എന്താ പോലീസൊക്കെ വന്നേക്കുന്നേ? സാർ, ഒന്നുമില്ല സാർ. സാറിന്റെ മോനിന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം. സ്റ്റേഷനിലേക്കോ? അവൻ എന്ത് തെറ്റ് ചെയ്തിട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നേ? എന്താടാ ഉണ്ടായേ?